ഇന്നലെ ഓണം സെലിബ്രേഷന് വേണ്ടി നൈഷുവിനെ ഒരുക്കി വിട്ടപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം കൂടി വന്നപ്പോൾ എൻ്റെ ഹാഫ് ഡേ ലീവ് ആയി. ലേറ്റായി പോയി കുറച്ച്. എന്തായാലും സമയത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞു. പിന്നെ ഞാനെല്ലാം സെറ്റായി ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു 10:45 ടൈം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പേപ്പർ നോക്കി പോയാലോ എന്ന്. അങ്ങനെ ഞാൻ 5 പേപ്പർ നോക്കാൻ തീരുമാനിച്ചു. 5 പേപ്പർ എണ്ണി എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് എല്ലാ ജോലികളും ഒന്നിങ്ങനെ കട്ടാക്കി ചെയ്യുമ്പോൾ അത് വലിയൊരു ബേർഡനായിട്ട് തോന്നില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മൂവ് ആവണ പോലെയും തോന്നിയിട്ടുണ്ട് ജോലികളൊക്കെ. ഞാൻ അപ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഏത് വലിയ പണിയാണെങ്കിൽ അതിനെ കുഞ്ഞു പാർട്ടുകളാക്കി മാറ്റിയിട്ട് ഓരോരോ പാർട്ടുകൾ ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ 5 പേപ്പർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 11:15 കഴിഞ്ഞിട്ടുണ്ട്, 11:20 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്ക ഓഫ് ഡേയ്സിലും ഞാൻ സ്കൂളിൽ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വീണ്ടും ചായക്കൊരു ക്രേവിങ്. ഏകദേശം ചായ കുടിക്കുന്ന ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരെ സായ ബേക്കറിയിലൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പം അല്ലേ എൻ്റെ വണ്ടിയിൽ റിപ്പീറ്റ് മോഡുള്ള പാട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ആ ഒരു സോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അഫ്സലിൻ്റെ വോയിസും കൂടി ആയപ്പോൾ ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയി എന്ന് പറയാം. ഞാൻ സായയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ മുനീർ സാർ, നസീർ ബാബു സാറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ എത്തിയപ്പോൾ ഇത് അവിടെയും ചായ